ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തെന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്, നമ്മുടെ ദഹന വ്യവസ്ഥ എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ഡൈജഷനെ പറ്റിയിട്ട്, നമ്മുടെ ദഹനത്തിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, നമ്മുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, അതായത് പോഷക ആഗിരണത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് വില്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് വില്ലസ് എന്ന് പറയുന്നത്. ആ വില്ലസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അതായത് വില്ലസിൻ്റെ ഘടനയെ പറ്റിയിട്ട്, അതേപോലെ തന്നെ ബ്ലഡിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട്, രക്തത്തിൻ്റെ ഘടനയെ പറ്റിയിട്ട്, ഹൃദയത്തിനെ പറ്റിയിട്ട്, ഹെൽത്ത് ഓഫ് ഹേർട്ട്, നമ്മൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതായത് സസ്യങ്ങളിൽ എങ്ങനെയാണ് സംവഹനം നടക്കുന്നത് എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക്ക്, ഏകദേശം 8 ടോപ്പിക്സ് ഉണ്ട്. ഈ 8 ടോപ്പിക്സ് ആണ് നമുക്ക് എന്തുള്ളത് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ചാപ്റ്ററിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിക്ചർ തന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഇതെന്ത് ചിത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ സ്കൂളിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിന് താഴെ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ടേബിളിൽ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്, വാട്ട് ഓൾ ഫുഡ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ യുവർ നൂൺ മീൽ, അതായത് ഉച്ചഭക്ഷണത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ലിസ്റ്റ് ചെയ്യാനാണ് എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ഉച്ചഭക്ഷണത്തിന് നൂൺ മീലിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അല്ലേ. ആദ്യത്തെ ഫുഡ് ഐറ്റംസ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റൈസ്, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് ചോറ് എന്ന് പറയുന്നത് അല്ലേ. ആ ചോറിൽ നിന്ന് നമുക്ക് എന്ത് ന്യൂട്രിയൻസ് ആണ്, അല്ലെങ്കിൽ എന്ത് പോഷക ഘടകമാണ് നമുക്ക് കിട്ടുന്നത്, അതെ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പോഷക ഘടകമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫുഡായിട്ടുള്ള ചോറിൽ നിന്ന് അല്ലെങ്കിൽ റൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. എന്തായിരിക്കും ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ധർമ്മം, എന്തായിരിക്കും ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ, അതെ എന്തിന്, ഊർജ്ജോൽപാദനത്തിന്, അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, എനർജി അല്ലെങ്കിൽ ഊർജ്ജം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചോറിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ റൈസിൽ നിന്നും കിട്ടുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ധർമ്മം, ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ, എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഊർജ്ജ ഉൽപാദനമാണ്. ഇനി രണ്ടാമത്തെ ഫുഡ് ഐറ്റം എന്താ, അതെ നമുക്ക് ഉച്ചഭക്ഷണത്തിന് കിട്ടുന്നതാണ് മുട്ട. നമുക്ക് എന്ത് കിട്ടും, ഉച്ചഭക്ഷണത്തിന് കിട്ടും മുട്ടയ്ക്ക് എന്താണ് ന്യൂട്രിയൻസ്, മുട്ട എന്ത് ന്യൂട്രിയൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മുട്ട പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതെന്താണ് ഫങ്ഷൻ, മുട്ടയുടെ ഫങ്ഷൻ എന്താണ്, അതെ എന്താണ് മുട്ടയുടെ ഫങ്ഷൻ, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് എന്താണ്, നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, മുട്ടയാണ് അല്ലേ. മുട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ മുട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർച്ച അല്ലെങ്കിൽ എന്താണ് ഗ്രോത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫുഡ് ഐറ്റമാണ് നമ്മൾ എണ്ണ. നമ്മൾ കറികളിലൊക്കെ നമുക്ക് എന്തുണ്ട്, എണ്ണയുണ്ട് അല്ല. ഈ എണ്ണയിൽ നിന്ന് നമുക്ക് എന്ത് ന്യൂട്രിയൻസാണ് കിട്ടുന്നത്, നമുക്ക് എന്ത് കിട്ടുന്നത്, കൊഴുപ്പ് എന്ന് പറയുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ തന്നെ ഊർജ്ജോൽപാദനം അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷനാണ് എന്തെന്ന് പറയുന്നത്, കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ തന്നെയാണ് എന്തിന് കിട്ടുന്നത്, നമ്മുടെ കൊഴുപ്പ് എന്ന് പറയുന്ന ന്യൂട്രിയൻസിനും ഉള്ളത് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയൻസിനും ഉള്ളത്. ഇനി മിനറൽസ് എന്തിൽ നിന്നാണ് നമുക്ക് മിനറൽസ് കിട്ടുന്നത്, ഏത് ഫുഡ് ഐറ്റം, ഏത് ഭക്ഷ്യവസ്തുവിൽ നിന്നാണ് നമുക്ക് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ കിട്ടുന്നത്, എന്താ പച്ചക്കറികൾ, അതായത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ കിട്ടുന്നത്.
അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അതെ, നമ്മുടെ രക്തകോശങ്ങളിലെ രക്തത്തിൽ കാണുന്ന കോശങ്ങൾ, സെൽസ് ഉണ്ട് അല്ലേ, ആ സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിന്, രൂപീകരണത്തിനാണ് എന്തുള്ളത്? മിനറൽസ് ഉള്ളത്. അതായത് ബ്ലഡ് സെൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. അതാണ് മിനറൽസ്. മിനറൽസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പച്ചക്കറികൾ, അതായത് വെജിറ്റബിൾസിൽ നിന്ന്. അടുത്ത നമ്മുടെ ന്യൂട്രിയൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ അല്ലേ. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ വാട്ടർ കുടിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് വാട്ടറിൻ്റെ ഫങ്ഷൻ എന്താണ്? വാട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട്, അതായത് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനാണ് എന്ത് സഹായിക്കുന്നത്? ജലം അല്ലെങ്കിൽ വാട്ടർ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിള് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കിട്ടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ടേബിള് ഫില്ല് ചെയ്യാനാണ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിള് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നോക്കിയാലോ? ഓക്കെ. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ വേൾഡിലെ ഡിഫറെൻറ്റ് പാർട്ടിലുള്ളതിൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലേ ഓരോരുത്തരും കഴിക്കുന്നത്. അതായത് കേരളത്തിൽ നമ്മൾ എന്താ ഫുഡ് ഐറ്റംസ് മേജറായിട്ട് കഴിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ടും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ചോറാണ്. പക്ഷെ അമേരിക്കയിൽ ചോറായിരിക്കുമോ പ്രധാനമായിട്ടുള്ള ഫുഡ് ഐറ്റം? അല്ലല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം അല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ലോകത്തിനുള്ള ഡിഫറെൻറ്റ് ഭാഗത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാവുക അല്ലേ മക്കളെ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് തരത്തിലുള്ള ടൈപ്പിലുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്ത് വേണം? മിനറൽസ് അല്ലെങ്കിൽ എന്ത് വേണം? പോഷക ഘടകങ്ങൾ വേണം. നമ്മൾ ഏത് ടൈപ്പുള്ള ഫുഡ് കഴിച്ചാലും, ഇപ്പോൾ അമേരിക്കയിലുള്ളവർ വേറെ ഫുഡായിരിക്കും, കേരളത്തിലുള്ളവർ വേറെ ഫുഡായിരിക്കും കഴിക്കുക. അങ്ങനെ എന്ത് ടൈപ്പുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിലും എന്തുണ്ടാവണം? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് കിട്ടുന്ന അല്ലെങ്കിൽ പോഷകങ്ങൾ കിട്ടുന്ന, ന്യൂട്രിയൻസ് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കഴിക്കേണ്ടത്. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്ന ഫുഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാനും കൃത്യമായിട്ടുള്ള അളവിൽ ലഭിക്കുന്ന ഫുഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? എന്താ? കൃത്യമായിട്ടുള്ള അളവിലായിരിക്കണം ന്യൂട്രിയൻസ് കിട്ടേണ്ടത്. അതായത് ഇപ്പോൾ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ ലഭ്യമാക്കുന്ന ഫുഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ, ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Although the dietary pattern of peoples in various parts of the world are different, for health, food must containing nutrients such as carbohydrate, protein, fat, minerals, vitamin in addition to the fibers and water. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണെങ്കിലും ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ നാരുകൾ, ജലം എന്നിവയ്ക്ക് പുറമെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിൻ എന്നീ പോഷക ഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ലോകത്തുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭക്ഷണ രീതി ഡിഫറൻ്റ് ആണ് എന്നുണ്ടെങ്കിലും എന്തുണ്ടാവണം? ഏത് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ എന്തുണ്ടാവണം? നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്. ഏതൊക്കെ ന്യൂട്രിയൻസ് ആണെന്നാണ് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വിറ്റാമിൻസ് ഉണ്ടാവണം. എന്തൊക്കെയാണ് വേണ്ടത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്ന് പറയുന്നത് ഫാറ്റിൻ്റെ മലയാളമാണ്. പിന്നെ മിനറൽസിൻ്റെ മലയാളമാണ് ധാതുക്കൾ. പിന്നെന്താണ്? വിറ്റാമിൻസ്. ഇവരൊക്കെ എന്തുണ്ടാവണം? നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഉണ്ടാവണം. ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് പറയുന്നത്? ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ എന്താ? എ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് പ്രൊവൈഡിങ് ഓൾ ദി ന്യൂട്രിയൻസ് ഇൻ എ റൈറ്റ് പ്രൊപ്പോർഷൻ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫുഡ് ഐറ്റം. ആ ഫുഡ് ഐറ്റത്തിൽ എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായിട്ടുള്ള, റൈറ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുക. എന്താണ് അപ്പോൾ സമീകൃത ആഹാരം? എന്താണെന്ന് നോക്കാം നമുക്ക്. എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം. ഇവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇൻ റൈറ്റ് പ്രൊപ്പോർഷൻ.
കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള അനുപാതത്തിലായിരിക്കണം എന്ത് കിട്ടേണ്ടത്, പോഷക ഘടകങ്ങൾ കിട്ടേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണെന്ന് തോന്നുമല്ലോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഫുഡ് പ്ലേറ്റ്. ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ അടുത്തത് പഠിക്കാനുള്ളത്. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പ്ലേറ്റ് എടുക്കുമ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കും അല്ലേ. വിശപ്പ് മാറാൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളെപ്പോഴും ഫുഡിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് എടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫുഡ് പ്ലേറ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫുഡ് പ്ലേറ്റ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ആ ഫുഡ് പ്ലേറ്റിൽ നമ്മുടെ ശരീരത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൾപ്പെടുത്തേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് തന്നിരിക്കേണ്ടതാണ്. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെല്ലാ കുട്ടികളും എന്താണ്, നിങ്ങളെപ്പോലെയുള്ള കുട്ടികളൊക്കെ എന്ന് പറയുന്നത് വളർച്ച, അതായത് ഗ്രോയിങ് ഏജിലുള്ളതാണ്. അതായത് നിങ്ങളെന്താ വളർച്ചാ ഘട്ടത്തിലുള്ള ആൾക്കാരാണ്, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്താ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, അതായത് സമീകൃത ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്തായിരിക്കും, ഫാസ്റ്റ് ഫുഡുകളായിരിക്കും അല്ലേ കഴിക്കുന്നുണ്ടാവുക. ബർഗർ പോലത്തെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ അത്രയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കുക, നിങ്ങളുടെ പഠിത്തത്തിനൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കില്ല, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറേ ഉണ്ടാകും. അങ്ങനത്തെ ഉള്ള പദാർത്ഥം ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നാണ് പറയണത് ഈ ഒരു പാരഗ്രാഫിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഒരു ഫുഡ് പ്ലേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദോസ് ഇൻ ദി ഗ്രോവിംഗ് ഈസ് ടു ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ്. അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ഗ്രോവിംഗ് ഏജിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് എന്താണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയണത്. നോക്കി, വളർച്ചാഘട്ടത്തിൽ സമീകൃതാഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്, എന്താണ്, നിർബന്ധമാണ്. നോക്കി അടുത്ത് നോക്കാം. ദ ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീരിയൽസ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്, പൾസസ്, മീറ്റ് എക്സെട്ര. നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തണം, വെജിറ്റബിൾസ് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, സീരിയൽസ്, മിൽക്ക് പ്രൊഡക്റ്റ് ഉള്ള കാര്യങ്ങൾ, അതായത് പൾസ്, മീറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തണം. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, മാംസം ഉൾപ്പെടുത്തണം. പിന്നെ പാലുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ മാംസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുഡ് പ്ലേറ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയണത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയണത്. ഇത് നോക്കിയേ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് കണ്ടെയ്നിങ് പ്ലെന്റി ഓഫ് വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് ആൻഡ് ഫൈബേഴ്സ്. നമ്മുടെ കഴിക്കുന്ന ഫ്രൂട്ടിൽ, പഴങ്ങളിൽ, അതേപോലെ തന്നെ വെജിറ്റബിൾസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് പറയണത്, വിറ്റാമിൻസ് ഉണ്ട്, പിന്നെന്തുണ്ട്, ധാതുക്കൾ അതായത് മിനറൽസ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, പിന്നെ മറ്റു പോഷക ഘടകങ്ങൾസ് ഒക്കെ ഉണ്ട്, അതർ ന്യൂട്രിയൻസും അതേപോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരുകളുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഹെൽത്തി ലൈഫ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവാൻ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സങ്കല്പം സഹായകമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ അതെന്താണ്, അതിനെ പറ്റിയിട്ട് പറയണത്, എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയണതെന്നാണ് നോക്കണേ. കണ്ടോ, ഇത് കാണുന്നത് ഒരു ഫുഡ് പ്ലേറ്റ് അല്ലേ. ഈ ഫുഡ് പ്ലേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫുഡ് പ്ലേറ്റിൻ്റെ പകുതി ഭാഗവും കണ്ട, ഹാഫ് ഓഫ് പ്ലേറ്റ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, അതായത് ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗവും എന്തുണ്ടായിരിക്കണം, വെജിറ്റബിൾസും ഫ്രൂട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഇതൊരു പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന് നമ്മൾ പകുതി ഭാഗമാക്കി. ആ പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്തിലും എന്തുണ്ടായിരിക്കണം, കണ്ടോ, ഫ്രൂട്ടും അതേപോലെ തന്നെ വെജിറ്റബിൾസ് അല്ലേ കാണുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം എന്തുണ്ടായിരിക്കണം, ഫ്രൂട്ടും വെജിറ്റബിൾസും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നോക്കിയേ, ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഒരു പ്ലേറ്റിൻ്റെ വേറൊരു പകുതിയില്ലേ, ആ പകുതിയിൽ എന്ത് ചെയ്യണം, കാൽഭാഗം, അതായത് കാൽഭാഗം എന്ന് പറയുമ്പോൾ എന്താ, 4ൽ 1 ഭാഗം. ആ 4 ഭാഗത്തിൽ ഒരു ഭാഗത്തിൽ എന്തുണ്ടായിരിക്കണം, സീറൽസ് ഉണ്ടായിരിക്കണം. സീറൽസ് എവിടെയാ,
കണ്ട സീറൽസ്. ബാക്കി 1/4 ഭാഗമില്ലേ, ആ ഭാഗത്ത് എന്തുണ്ടായിരിക്കണം? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കണ്ട 1/4 ഭാഗം ധാന്യവും 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും ഉണ്ടായിരിക്കണം. പിന്നെ എന്തുണ്ടാവണം? 1 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റോ, അതായത് ഗ്ലാസ് ഓഫ് മിൽക്ക്, ഗ്ലാസ് ഓഫ് മിൽക്ക്, അതായത് 1 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഡയറി പ്രൊഡക്റ്റ്, അതായത് മുട്ട പോലത്തെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കണ്ടോ, പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് ഒരു ഫുഡ് പ്ലേറ്റ്. അപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റ് എന്താണ്? ഒരു ഫുഡ് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഫുഡ് പ്ലേറ്റിന്റെ പകുതി ഭാഗവും എന്തുണ്ടായിരിക്കണം? ഫ്രൂട്ടോ വെജിറ്റബിൾസോ ഉണ്ടായിരിക്കണം, അതായത് പച്ചക്കറികളോ പഴങ്ങളോ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പ്ലേറ്റിന്റെ 1/4 ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ഭാഗം എന്തുണ്ടായിരിക്കണം? സീറൽസ്, ധാന്യങ്ങള്. പിന്നെ എന്തുണ്ടായിരിക്കണം? പിന്നെ ബാക്കി 1/4 ഭാഗം എന്തുണ്ടായിരിക്കണം? എന്താ ഉണ്ടാവേണ്ടത്? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടായിരിക്കണം. പിന്നെ 1 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റോ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ദർ ഈസ് ആൻ ഇൻക്രീസിങ് ഇൻ കൺസപ്ഷൻ ഓഫ് ജങ്ക് ഫ്രൂട്ട് എമംഗ് ചിൽഡ്രൻസ് ടുഡേ. അതായത് കുട്ടികളിൽ ഇപ്പോൾ എന്ത് ജങ്ക് ഫ്രൂട്ട്സ് ആണ് എന്ത് ചെയ്ത് കൂടുതലും കഴിക്കാനായിട്ട് അവർ ജങ്ക് ഫ്രൂട്ടിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ കൂടി വരുന്നുണ്ട് അതാണ് പറയുന്നത്. സച്ച് ഫുഡ് ഐറ്റംസ് ഹാവ് ഹൈ കലോറി ആൻഡ് ലോ ഇൻ ന്യൂട്രീഷൻ വാല്യൂ. അതായത് ജങ്ക് ഫുഡ് പോലത്തെയുള്ള ഫുഡിൽ കലോറി വാല്യൂ കൂടുതലാണെങ്കിലും ന്യൂട്രീഷണൽ വാല്യൂ, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ എന്തായിരിക്കും? അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിൽ കുറവായിരിക്കും. കണ്ടോ, നോക്കി, ഭക്ഷണത്തിൽ കലോറി കൂടുതലും പോഷക മൂല്യം എന്തായിരിക്കും? കുറവുമായിരിക്കും. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവും? മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. മാൽ ന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകക്കുറവ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും ലഭിക്കാത്ത അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാൽ ന്യൂട്രീഷൻ എന്ന് വിളിക്കുക. കണ്ടോ, പോഷകക്കുറവും അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെന്താണ്? സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മോർ കോമൺ എമംഗ് ചിൽഡ്രൻസ്. ദിസ് കോസസ് മെനി പ്രോബ്ലംസ് ലൈക്ക് ഫാറ്റീഗ്, ഡോർഫ്സിനൻസ്, ലെക്ക് ഓഫ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ് ആൻഡ് ലോസ് ഓഫ് മെമ്മറി. അതായത് നമ്മളെല്ലാവരും രാവിലെ, കുട്ടികൾ മിക്കവാറും രാവിലെ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരുന്ന പറയണേ? ക്ഷീണം വരും. നമുക്ക് എന്തുണ്ടാകും? ക്ഷീണം വരും. പിന്നെ ഉറക്കം തൂങ്ങൽ വരും. പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ വരും. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, മറവിയുണ്ട്, നമുക്ക് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല ടീച്ചറെ, എല്ലാവരും മറന്നു പോവാന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെപ്പോഴും ബ്രെയിൻ ഫുഡ് എന്നാണ് വിളിക്കുക. അതായത് നമ്മുടെ തലച്ചോറ് വളരെ കറക്റ്റായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ഫുഡ് എന്തായാലും കഴിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് മറവി, അതേപോലെ തന്നെ ക്ഷീണം, പഠനത്തിൽ ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാവും, തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ശരിയായ ഭക്ഷണ രീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ്? ചിൽഡ്രൻസ് എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്ററി ഹാബിറ്റ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇല്ല, എന്നാലും നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ എന്താണ് പോഷണം എന്നാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ? ആ ഫുഡ് കഴിക്കുന്നതും ആ ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ പ്രക്രിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോഷണം എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് പോഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ? പോഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതും ആ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പ്രക്രിയനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക? പോഷണം എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ന്യൂട്രിയൻസ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അതായത് നമ്മൾ പുറമേയുള്ള എൻവയോൺമെന്റിൽ നിന്നല്ലേ, പുറമേയുള്ള പരിസ്ഥിതിയിൽ നിന്നാണ് നമ്മൾ എന്തെന്ന് എടുക്കുക? ഫുഡ് ഉണ്ടാക്കുക. ഫുഡ് എന്തിനാ നമ്മൾ എടുക്കുന്നത്? ന്യൂട്രീഷന് വേണ്ടിയിട്ട്. അപ്പോൾ
ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിസംസ് ഫുഡ് സ്വീകരിക്കുന്നതും ന്യൂട്രീഷന് വേണ്ടിയിട്ട് അവയെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ന്യൂട്രീഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നോക്കിയേ, ജീവികൾ പോഷകങ്ങൾക്കായി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോഷണം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പോഷണം ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഇത്രയേ ഉള്ളൂ. ഓർഗാനിസംസ് ഫുഡ് കഴിക്കുന്നതും ഫുഡ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് കഴിക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻസ് ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് എന്ന് വിളിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് പോഷണം അല്ലെങ്കിൽ എന്താണ് ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുക. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നിന്ന്, അതായത് കോംപ്ലക്സിറ്റി വളരെ കുറവുള്ള ഓർഗാനിസമാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന്. ആ ഓർഗാനിസത്തിൽ നിന്ന് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള, ഇപ്പൊ നമ്മളെ പോലെയുള്ള ഓർഗാനിസം, മനുഷ്യനെ പോലെയുള്ള ഓർഗാനിസത്തിലോട്ടേക്ക് പോകുമ്പോൾ അവരുടെ ന്യൂട്രീഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ബിക്കം മോർ കോംപ്ലക്സ് ആസ് വി മൂവ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഓർഗാനിസം. സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിലേക്ക് പോകുമ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. നോക്കിയേ, ലഘുഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകും തോറും പോഷക പ്രക്രിയയും സങ്കീർണമാകുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അമീബ എന്ന് പറയുന്നത് എന്താ? യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസം ആണ്. അതേപോലെ തന്നെ ഹൈഡ്ര എന്ന് പറയുന്നത് എന്താ? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഇവരിൽ രണ്ടിലും നടക്കുന്ന ന്യൂട്രീഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിലൊക്കെ പഠിക്കാനുള്ളത് അമീബ ആയിട്ടുള്ള ഏകകോശ ജീവി ആയിട്ടുള്ള അമീബയെ പറ്റിയിട്ടും ബഹുകോശ ജീവി ആയിട്ടുള്ള ഹൈഡ്രയിലും എങ്ങനെയാണ് പോഷകം നടക്കുന്നത്, എങ്ങനെയാണ് ന്യൂട്രീഷണൽ പ്രോസസ്സ് നടക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കാം. എങ്ങനെയാണ് അമീബയിലും അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൈഡ്രയിലും ന്യൂട്രീഷൻ നടക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെയാണ് അമീബ എന്ന് പറയുന്നത് എന്താ? യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലേ. ഈ അമീബ ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, ന്യൂട്രീഷൻ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഈ കാണുന്നതാണ് എന്തെന്ന് പറയണത്? അമീബ എന്ന് പറയണത്. ഇപ്പം കാണിച്ചതാവേ. ഈ കാണുന്നതാണ് അമീബ. കണ്ടോ? ഈ അമീബയുടെ ഇവിടെ കാണുന്ന ഇത് കണ്ടോ? അമീബയ്ക്ക് ഇവിടെ കാണുന്ന റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? അത് അമീബയുടെ ഫുഡാണ്. അപ്പൊ അമീബ ആദ്യം തന്നെ എവിടേക്ക് എത്തും? അമീബ നിയർ ദി ഫുഡിന്റെ അടുത്തോട്ടേക്ക് ആദ്യം തന്നെ അമീബ എത്തും. ഇനി അമീബയുടെ ഈ കാണുന്ന സ്ട്രക്ചർ കണ്ടോ? ഈ ഒരു വാല് പോലത്തെ ഇങ്ങനെ അമീബയുടെ ശരീരത്തിൽ ഇങ്ങനെ കൂർപ്പിച്ച് പോലെ കാണുന്ന സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് എന്നാണ് അർത്ഥം. സ്യൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഫോൾസ് എന്നാണ് അർത്ഥം. കപട പാദങ്ങൾ എന്നാണ് എന്തിന്റെ അർത്ഥം? സ്യൂഡോ പോഡിയ എന്നതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യും? ഈ അമീബയുടെ അടുത്തേക്ക് ഫുഡ് വരുമ്പോൾ ഈ ഫുഡിനെ എന്ത് ചെയ്യും? അമീബ അവളുടെ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ സ്യൂഡോപോഡിയനെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് കപട പാദങ്ങൾ എന്ന് വിളിക്കുക. മലയാളത്തിൽ വിളിക്കുന്ന പേരെന്താ? കപട പോഡിയ അല്ലെങ്കിൽ കപട പാദങ്ങൾ ഉപയോഗിച്ചിട്ട് അമീബ എന്ത് ചെയ്യും? ഈ ഫുഡ് ഐറ്റത്തിന് ഉള്ളിലോട്ടേക്ക് എടുക്കും. കണ്ടോ? ഈ ഫുഡ് ഐറ്റത്തിന് ഉള്ളിലേക്ക് എടുത്തത് കണ്ടോ? അമീബ ഫുഡ് ഐറ്റത്തിന് ഉള്ളിലേക്ക് എടുക്കും. ഇനി അമീബ ഉള്ളിലേക്ക് എടുത്ത ഫുഡ് ഐറ്റത്തിന്റെ ചുറ്റും എന്ത് ചെയ്യും? അമീബ ഒരു വാക്യൂള് ഫോം ചെയ്ത് കണ്ടോ? ഈ വെള്ള കളറിലുള്ള ഒരു വാക്യൂള് കണ്ടോ? ഒരു വാക്യൂള് ഫോം ചെയ്യും. ഇനി ഈ വാക്യൂളിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അമീബ ഈ വാക്യൂളിന്റെ ഉള്ളിൽ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കുറെ എൻസൈംസ് ഉണ്ട്. സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? അമീബ
ഈ ഫുഡ് ഐറ്റത്തിനെ ഡൈജസ്റ്റ് ചെയ്യും. കണ്ടോ, എൻസൈം ഡൈജസ്റ്റഡ് ദി ഫുഡ്. ഇനി ഈ ഡൈജഷൻ നടന്നത് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ? അമീബയിൽ ഡൈജഷൻ നടക്കുന്നത് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് അമീബയിൽ ഡൈജഷൻ നടന്നത് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചതായതുകൊണ്ട് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വാക്യൂൾസ് ഫോം ചെയ്തു. ആ വാക്യൂൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്? എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എൻസൈംസ് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? അമീബ അവളുടെ സെൽ സർഫസിൽ കൂടെ എന്ത് ചെയ്യും? സെൽ സർഫസിൽ കൂടെ എന്ത് ചെയ്യും? പുറത്തോട്ടേക്ക് പറഞ്ഞുവിടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അമീബയിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാണ് അമീബയിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതെന്ന്? മനസ്സിലായി? നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമീബ നോക്കിയേ, അമീബയിൽ ആഹാര വസ്തുവിനടുത്തെന്നു. അമീബ ആഹാര വസ്തുവിനടുത്തെത്തിയാതും എന്നിട്ട് എന്ത് ചെയ്യും? ഈ സാധനത്തെ നമ്മൾ കപടപാദം അല്ലെങ്കിൽ സ്യൂഡോപോഡിയ എന്നാണ് വിളിക്കുക. ഈ കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ എന്ത് ചെയ്യും? കോശത്തിനുള്ളിലാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിലാക്കും. ഈ വെള്ള കളറ് കാണിച്ചിരിക്കുന്നത് ഫുഡ് വാക്യൂള. ഈ ഫുഡ് വാക്യൂളിൽ എന്തുണ്ട്? എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് എന്ത് ചെയ്യും? ഉപയോഗിച്ചിട്ട് ആഹാരത്തെ ദഹിപ്പിക്കും. കോശത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? കോശാന്തരിക ദഹനം എന്ന് വിളിക്കും. എന്നിട്ട് കാണുന്ന അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും? കോശോപരിതലത്തിലൂടെ എന്തു പോവും? പുറത്തോട്ടേക്ക് പുറന്തള്ളും. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അമീബയിൽ എന്ത് നടക്കുന്നത്? നമ്മുടെ ന്യൂട്രീഷൻ നടക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രയിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നതെന്നാണ്. ഹൈഡ്ര നമുക്ക് എല്ലാവർക്കും അറിയാം, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ് ഹൈഡ്ര. ഹൈഡ്രയിൽ ഈ ഹൈഡ്രയുടെ ഈ ഭാഗം കണ്ടോ, ഇങ്ങനെ വാല് പോലത്തെയുള്ള ഭാഗം, ഈ കാണിച്ചിരിക്കുന്ന ഭാഗം, ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെൻഡിക്കിൾസ്. എന്താണ്? ടെൻഡിക്കിൾസ് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രയുടെ ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത്. ഹൈഡ്രയുടെ ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ടെൻഡിക്കിൾസ്. ടെൻഡിക്കിൾസ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഹൈഡ്രയുടെ ഭാഗത്തിനെ വിളിക്കുന്ന പേര്. ടെൻഡിക്കിൾസ് എന്നാണ് വിളിക്കുക. ടെൻഡിക്കിൾസ് എന്ത് ചെയ്യും? ഈ ഹൈഡ്രയ്ക്ക് പുറത്ത് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ടെൻഡിക്കിൾസ് യൂസ് ചെയ്തിട്ട് ഹൈഡ്ര ആ ഫുഡിനെ, ആ പ്രേനെ എന്ത് ചെയ്യും? പാരലൈസ് ചെയ്യും. പാരലൈസ് ചെയ്യാന്ന് വെച്ചാൽ തളർത്തിക്കളഞ്ഞിട്ട് ഈ ഫുഡ് ഐറ്റത്തിന് കണ്ടോ, ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഈ ഫുഡ് ഐറ്റം ഇത് കാണുന്ന ഈ റൗണ്ട് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഹൈഡ്രയുടെ മൗത്താണ്. ആ മൗത്തിൽ കൂടെ ഈ ഫുഡ് ഐറ്റത്തിന് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് എടുക്കും. ഉള്ളിലോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഒരു ക്യാവിറ്റിയിലേക്കാണ്, ഒരു ബോഡി ക്യാവിറ്റിയിലേക്കാണ് ഈ ഫുഡ് ഐറ്റത്തിന് ഇടുന്നത്. ഈ ബോഡി ക്യാവിറ്റിയിൽ എന്തുണ്ട്? എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് യൂസ് ചെയ്തിട്ട് ഈ ഫുഡ് ഐറ്റത്തിനെ ഈ ഹൈഡ്ര എന്ത് ചെയ്യും? പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ അതൊരു ഫുഡ് ക്യാവിറ്റിയുടെ ഉള്ളിലല്ലേ ആ ഡൈജഷൻ നടത്തുന്നത്? സെല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടന്നത് അല്ലേ? സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലല്ലോ ഡൈജഷൻ നടന്നത്. ഒരു ഫുഡ് ക്യാവിറ്റിയുടെ ഉള്ളിൽ വെച്ചിട്ടല്ലേ ഡൈജഷൻ നടന്നത്. അതുകൊണ്ട് ആ ഡൈജഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് വിളിക്കുക. അതായത് ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിലും സെല്ലിൻ്റെ പുറത്താണ് ഡൈജഷൻ നടന്നത്. അതുകൊണ്ട് ആ ഡൈജഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ് വിളിക്കുക. ഇനി നമ്മുടെ ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിൽ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് എത്തും. സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? വാക്യൂൾസ് ഫോം ചെയ്യും. ആ വാക്യൂൾസിൽ എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് ഫുഡിനെ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ ഈ ഡൈജഷൻ നടന്നത്. അതുകൊണ്ട് ആ ഡൈജഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് വിളിക്കും. അപ്പം നമ്മുടെ ഹൈഡ്രയുടെ കേസിൽ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. അതായത് സെല്ലിൻ്റെ പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും സെല്ലിൻ്റെ ഉള്ളിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻസ് നടക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഫുഡിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും? മൗത്തിക്കോടെ, വായിക്കോടെ തന്നെ എന്ത് ചെയ്യും? ഹൈഡ്ര പുറത്തോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ടേക്ക് കളയുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രയുടെ ന്യൂട്രീഷൻ മനസ്സിലായല്ലോ. നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഹൈഡ്ര ടെൻഡിക്കുകളുടെ സഹായത്താൽ ഇരയെ മരവിച്ച് വായുവിനുള്ളിലാക്കുകയും ശരീരറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്യും? ടെൻഡിക്കിൾസ് യൂസ് ചെയ്തിട്ട് ഹൈഡ്ര എന്ത് ചെയ്യും? നമ്മുടെ ഇരകളെ എന്ത് ചെയ്യും? മരവിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? വായുടെ ഉള്ളിലാക്കും. വായുടെ ഒരു ശരീര അറയ്ക്കുള്ളിലാക്കുന്നു. ഈ ശരീര അറയ്ക്കുള്ളിൽ എന്ത് ചെയ്യും? ഉൾഭിത്തിയിൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ
നമ്മുടെ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. പക്ഷെ ആദ്യത്തെ ദഹനം ആരംഭിക്കുന്നത് ഈ ശരീരത്തിന്റെ അറയിൽ വെച്ചിട്ടാണ്. ഈ ശരീരത്തിന്റെ അറയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഡൈജഷൻ ആരംഭിക്കുന്നത്. അത് സെല്ലിന്റെ പുറത്തായിട്ടാണ് ആ ഡൈജഷൻ നടക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ കോശബാഹ്യ ദഹനം എന്ന് വിളിക്കും. അതിനുശേഷം ഈ കോശത്തിന്റെ അറയിൽ ബാഹികമായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഫുഡ് പ്രോഡക്റ്റ് പിന്നെ എങ്ങോട്ട് പോകും, എവിടേക്ക് പോകും, കോശത്തിനുള്ളിലേക്ക് എത്തും. കോശത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മുടെ വാക്യൂൾസിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിന്റെ സഹായത്താൽ എന്ത് ചെയ്യും, ഈ ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ട് ദഹിക്കും. അതുകൊണ്ട് കോശത്തിന്റെ ഉള്ളിൽ വെച്ച് നടന്നുകൊണ്ട് അതിനെ നമ്മൾ കോശാന്തരിക ദഹനം എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഇതിലെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, വായിലൂടെ തന്നെ എന്ത് ചെയ്യും, ഈ ഹൈഡ്ര പുറന്തള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അമീബയിലും അതേപോലെ തന്നെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഹൈഡ്രയിലും പോഷകങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു വെക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന പോർഷനാണ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പോൾ പഠിച്ച 2 ന്യൂട്രീഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചല്ലോ, ഹൈഡ്രയിലും അതേപോലെ തന്നെ അമീബയിലുള്ള ന്യൂട്രീഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. അതനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഈ പറയുന്നത്. നമുക്കറിയാം അമീബയിലും ഹൈഡ്രയിലുള്ള ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബോഡി സ്ട്രക്ചർ എന്താണെന്നാണ്. നമുക്കറിയാം അമീബ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, ഹൈഡ്ര എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. നോക്കിയേ, ശരീരഘടനയാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അമീബ എന്ന് പറയുന്നത് ഏകകോശ ജീവിയാണ്, ഹൈഡ്ര എന്ന് പറയുന്നത് ബഹുകോശ ജീവിയാണ്. ഇനി മീൻസ് ടു ഹെൽപ്പ് ഇഞ്ചക്ഷൻ. നമുക്ക് ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടേക്ക് ആഹാരം ഉള്ളിലോട്ടേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുക. എങ്ങനെയാണ് ഫുഡ് എങ്ങനെ ചെയ്യുന്നത് ഉള്ളിലേക്ക് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമീബ സ്യൂഡോപോഡിയ വെച്ചിട്ട്, ഹൈഡ്ര ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട്. അമീബ എന്തുപയോഗിച്ചിട്ട് ആഹാരം ഉള്ളിലേക്ക് എടുക്കുന്നത്? കപട പാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അമീബ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫുഡ് ഐറ്റംസിന് ഉള്ളിലോട്ടേക്ക് എടുക്കുന്നത്. ഹൈഡ്ര എന്ത് ഉപയോഗിച്ചിട്ടാണ്? ടെൻഡക്കിൾസ് ഉപയോഗിച്ചിട്ട്. ഇനി നമ്മുടെ പാർട്ട് വേർ ഡൈജഷൻ ടേക്ക് പ്ലേസ്, എവിടെയാണ് ഡൈജഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമീബയിൽ ഇൻസൈഡ് ദി സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് വിളിച്ചു. ഹൈഡ്രയിൽ എന്താ, ഇൻസൈഡ് ദി സെല്ലും ഉണ്ട്, ഔട്ട്സൈഡ് ദി സെല്ലും ഉണ്ട്. കോശത്തിനകത്തും വെച്ചിട്ടുണ്ട്, കോശത്തിന് പുറത്തും വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രയിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്, ദഹനം നടക്കുന്ന ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ്. ഇജക്ഷൻ എന്ന് വെച്ചാൽ പുറന്തള്ളുന്നതിനാണ്. ഡൈജസ്റ്റീവ് വേസ്റ്റ് എങ്ങനെയാണ് പുറന്തള്ളുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമീബയിൽ എങ്ങനെ വഴിയാ പുറന്തള്ളുന്നത് നമ്മൾ പഠിച്ചു. അമീബയിൽ എക്സ്പെൽ ചെയ്യുന്നത് സെൽ സർഫസിൽ കൂടെയാണ്. അമീബയിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡൈജസ്റ്റീവ് വേസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പഠിച്ചു. എങ്ങനെയാണ് ദഹനാവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത്? അമീബയിൽ പുറന്തള്ളുന്നത് കോശോപരിതലത്തിലൂടെയാണ്. അമീബയിൽ എന്ത് ചെയ്യുന്നത്, വേസ്റ്റുകൾ പുറന്തള്ളുന്നത്. ഹൈഡ്രയിൽ എങ്ങനെയാണ് പുറന്തള്ളുന്നത്? മൗത്തിലൂടെ അല്ലേ. ഹൈഡ്രയിൽ പുറന്തള്ളുന്നത് മൗത്തിലൂടെ, വായയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്ത പോർഷനിലോട്ടേക്ക് പോകാം. ഇതോടുകൂടി ഈ ഒരു പാർട്ട് കഴിയാണ്. ഇതിൽ ജസ്റ്റ് ഒന്നുമില്ല, പറയാൻ മാത്രമേ ഉള്ളൂ. എന്താണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ? Extracellular digestion also take place in addition to intracellular digestion when it comes from unicellular organism amoeba to simple structures multicellular organism hydra. അതായത് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയിൽ നിന്ന് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ടുള്ള ഹൈഡ്രയിലോട്ടേക്ക് പോകുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ കണ്ടൂലേ, യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയിൽ ഒരു ഡൈജഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇൻട്രാസെല്ലുലാർ സെല്ലിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഡൈജഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള ഹൈഡ്രയിലേക്ക് പോയപ്പോൾ അവിടെ 2 ടൈപ്പ് ഡൈജഷൻ നമുക്ക് കാണാൻ പറ്റി. ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും കാണാൻ പറ്റി, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും കാണാൻ പറ്റി. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതാണ് പറയണേ, ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഡൈജസ്റ്റീവ് പ്രോസസ് ഹാവ് മച്ച് ഡൈവേഴ്സിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഇൻ ഓർഡർ ടു മീറ്റ് ന്യൂട്രിയൻ റിക്വയർമെന്റ്. അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, അതായത് നമ്മളെ പോലെയുള്ള ഒന്നിൽ കൂടുതൽ കോശങ്ങൾ കൊണ്ട്, സെല്ലുകൾ കൊണ്ട്
നിർമ്മിച്ചിട്ടുള്ള ഓർഗാനിസത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിസിറ്റി, ഭയങ്കര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ മനുഷ്യനിൽ എങ്ങനെയാണ് ദഹനം നടക്കുന്നത്, അതിൻ്റെ ഓരോ പ്രോസസ്സിനൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത പാർട്ടിലോട്ടേക്ക് നോക്കാം. ഇനി ഇവിടെ മലയാളം മീഡിയംകാർക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നോക്കി, ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് ലഘുഘടനയുള്ള ബഹുകോശ ജീവിയായ ഹൈഡ്രയിലെത്തുമ്പോൾ കോശാന്തരിക ദഹനത്തിന്, അതായത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷന് പുറമെ കോശബാഹ്യ ദഹനം, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ കൂടി നടക്കുന്നതായി മനസ്സിലാക്കി. ബഹുകോശ ജീവിയിൽ നിന്ന് പോഷകാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ദഹനവ്യവസ്ഥയിലും ദഹന പ്രക്രിയയിലും നിരവധി വൈവിധ്യങ്ങളും സങ്കീർണങ്ങളും ഉടലെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യനിൽ എങ്ങനെയാണ് ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു.